ഇത് എന്റെ വാഴയാണ്, കണ്ടില്ലേ? ഇത് ഇന്നലെ രാത്രി പന്നി കുത്തിപ്പറിച്ച് കളഞ്ഞാണ്. ഇതുപോലത്തെ ആണ് ഇത്. നിത്യം ഇങ്ങനെ കുത്തിപ്പറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര മൂട് വാഴ എനിക്ക് കിട്ടും ഒരു കൃഷിക്കാരന്? എനിക്കിപ്പോ ഇതിന് ഏതാണ്ട് ഒരു മൂട് ഇത്രയാക്കിയതിന് 200 രൂപയ്ക്ക് കൂടുതൽ ചെലവുണ്ട്. ഇത് കണ്ടേ, ഇത് തന്നെ ഒരു പഴം ഇരിഞ്ഞാൽ നമുക്ക് നമുക്ക് കഴിക്കാം. നമ്മുടെ തോട്ടത്തിൽ വരുന്നതിന്റെ ഒരു ഗുണം അതാ. അതെ, ഇതണ്ട്, ഇത് ഒരു കൃത്രിമവും ഇല്ല, കണ്ടില്ലേ? നല്ല പഴമാണ്, കൊലയിൽ നിന്ന് ഇരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കണ്ട, വാങ്ങിക്കുന്ന വിത്തെന്ന് പറയാൻ മൊത്തത്തിൽ തരും. ഇത് കാണുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, വലിയ ഒരു ആളിന്റെ അത്ര നീളമുള്ള പിന്നെ ഈ പടവലങ്ങയാണ്. ഇത് നാടൻ പടവലങ്ങയാണ്, പഴയ. ഞാനെടുത്ത് കയ്യിലോട്ട് ഇട്ട് വരാം. കണ്ട കണ്ട ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം പഞ്ചായത്തിൽ പരിയാരത്തുളങ്ങര വാർഡിൽ പിന്നെ ഒരു സമഗ്ര കൃഷിക്കാരനാണ് ഞാൻ. ഈ കൃഷി മാത്രമാണ് എൻ്റെ ജീവിതമാർഗം. ഈ എല്ലാവരും കൃഷി ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാൻ പാരമ്പര്യപരമായി കൃഷി ചെയ്ത് കഴിയുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ എല്ലാവരും കൃഷിക്കാരാണ്. എന്നാൽ ജോലിയുള്ളവരും ഉണ്ട്. എങ്കിലും ഈ ജോലിയുള്ളവരും കൃഷിയിലേക്കാണ് ഞങ്ങൾ ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൃഷി ചെയ്യണം. എനിക്ക് വാഴത്തോട്ടമുണ്ട്, അതുപോലെ പച്ചക്കറി, പടവലം, പാവല്, അതുപോലെ ചേന, ഇഞ്ചി, ഇങ്ങനെ പലവിധം കൃഷികളുണ്ട്. പിന്നെ അതിനോട് തുല്യം തന്നെ പശുകൃഷിയുണ്ട്. എല്ലാവരും പറയും സാധാരണ വാഴക്കൃഷി നഷ്ടമാണെന്ന്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും നഷ്ടമല്ല. ഇതിപ്പോൾ ഒരു മൂട് വെച്ചിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. ഇപ്പൊ ഇത് 3ാമത്തെ ട്രിപ്പാണ്. ഇപ്പൊ ഇതിനകത്ത് 2ഉം 3ഉം വാഴ വിത്ത് വീതം നിൽപ്പുണ്ട്. അതൊക്കെ ഇപ്പം കൊലയ്ക്കാറായി വരുന്ന വാഴയാണ് നിൽക്കുന്നത്. എനിക്കിതിന്റെ ഇലയും കൊടുത്ത് കാശ് മേടിക്കാൻ പറ്റും. നല്ല രീതിയിൽ ഇതിന്റെ കുട്ടിവാഴയിലെ ഇല നമുക്ക് സദ്യക്ക് കൊടുക്കാൻ വളരെ ലാഭകരമാണ്. ഇപ്പോൾ ഒരു ഇലയ്ക്ക് ഏതാണ്ട് വീട്ടുകാർക്ക് 2 രൂപയോളം കിട്ടും. 1.5 രൂപ 2 രൂപ വരെ സാധാരണ കിട്ടാറുണ്ട്. അപ്പോൾ ഈ വാഴക്കൃഷി ഒരിക്കലും നഷ്ടമല്ല. നമുക്കിതിന്റെ ഇതെല്ലാം ഒരുക്കി വൃത്തിയാക്കി ഇതിന്റെ വേണ്ടാത്ത കുട്ടികളൊക്കെ ഇതിനകത്ത് വളമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് സാധാരണ ജൈവവളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാസവളം വളരെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് കീടനാശിനികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് കീടങ്ങളൊന്നും സാധാരണ കയറാറില്ല. ഞാൻ കൃഷി ചെയ്ത് ആ കൃഷി ചെയ്ത് വന്ന് അതിൻ്റെ ഏതാണ്ട് ഇതിപ്പോൾ ഏതാണ്ട് ഒരു അവസാന ഘട്ടമാണ്. ഇത് നമ്മളിതിൻ്റെ മെയിൻ തണ്ട്, ഇത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന കായാണ്. ഈ കാണുന്ന വലിയ കായല്ല. ഇതെനിക്ക് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ആദ്യം വരുന്ന മെയിൻ തണ്ടാണത്. ആ തണ്ടിൽ നിന്നും ആദ്യം വരുന്ന കായാണ് നമ്മളിതിന് വിത്തിന് വേണ്ടി നിർത്തുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ കനത്ത ആദ്യത്തെ ആ തണ്ടിൽ നിന്ന്. ആ തണ്ടിൽ നിന്ന് ഇത് ഏതാണ്ട് സാധാരണ ഇത് നല്ലതുപോലെ വിളഞ്ഞ് ഇതൊരു ചെമ്പറോ ആകുമ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റും. അപ്പം ഇതിനകത്ത് ഈ അരി എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ കാ പഴുത്ത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 2 തുമ്പിനും, ഈ തുമ്പിനും നിന്നും അതിൻ്റെ മേളിൽ നിന്നും താഴെ നിന്നും നമ്മൾ വെട്ടി അങ്ങ് മാറ്റും. മാറ്റിയതിന് ശേഷം ഈ ഇടയ്ക്ക വിത്താണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ നമുക്കിപ്പോൾ വാങ്ങിക്കുന്ന വിത്തെന്ന് പറയാൻ മൊത്തത്തിൽ തരും. ഇത് കാണുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, വലിയ ഒരു ആളിൻ്റെ അത്ര നീളമുള്ള പിന്നെ ഈ പടവലങ്ങയാണ്. ഇത് നാടൻ പടവലങ്ങയാണ്, പഴയ കാലത്തെയുള്ള. നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെറിയ സൈസ് ബേബി പടവലമൊന്നുമല്ല. ഇത് പഴയ കാലത്തെയുള്ള. പണ്ട് ഇതിന് കൂടുമൊക്കെ കുത്തുമായിരുന്നു. ഇപ്പൊ കൂടുകുത്തൊന്നും വലിയ പ്രയാസമാണ്. പഴയ കാലത്ത് കൂട് കുത്തി കല്ലുമൊക്കെ കെട്ടും. കല്ല് ഞാൻ അത്യാവശ്യമൊക്കെ കെട്ടിയിട്ടുണ്ട്. കല്ല് കെട്ടാതെ കണ്ട് പോകാൻ വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഈ പടവലം നമ്മൾ ഇടുമ്പോൾ വളരെ ഇച്ചിരി അകലത്തിലിടണം. ആ അകലത്തിലിട്ടാൽ ഇത് കയറി തൂന്നുകൂടത്തില്ല. എന്നുവെച്ചാൽ ഇതിന്റെ ശാഖകൾ, ഇതിന്റെ വള്ളികൾ കയറി അങ്ങ് കണ്ടമാനം തൂന്നുകൂടുമ്പോൾ ഈ കായ പിടിച്ചു വരുന്നത് ഇതിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് ചുരുണ്ടു പോകും. അപ്പോൾ ഇത് ചുരുളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂട് തമ്മിൽ അകലം കൂട്ടിയിടുക. അപ്പോൾ അതിന് പടരാനുള്ള സൗകര്യം കൊടുക്കുക, വലിയ പന്തലിടുക. അപ്പം നമുക്ക് കുറേ ജോലി നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമേ വന്നപ്പോൾ കല്ല് കെട്ടിയതാണ്. പിന്നെ ഞാൻ ഒന്നിനും കല്ല് കെട്ടിയിട്ടില്ല. ഇതിനൊന്നും കല്ല് കെട്ടിയില്ല. ആ കല്ല് കെട്ടിയിട്ടാൽ നൂന്ന് വരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മടങ്ങാതെ കണ്ട് നൂരും. കല്ല് കെട്ടാത്തതും എൻ്റെ ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയും. കല്ല് കെട്ടാതാണ് എല്ലാം ഇട്ടേക്കുന്നത്. അപ്പം അത് നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, വലിയ പന്തല് അകലത്തിൽ പടവലം മൂട് തമ്മിൽ അകലത്തിലിടുക. അപ്പോൾ ആ മൂട് തമ്മിൽ അകലത്തിലിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം, നമുക്ക് ജോലി കുറഞ്ഞു കിട്ടും. പടവലത്തിനകത്ത് കല്ല് കെട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ ജോലിയാണ്. അപ്പോൾ ആ ജോലി നമുക്ക് ഒഴിവായി കിട്ടും. ഇത് സാധാരണ ഞങ്ങൾ ഇടുന്നത് പാവലും പടവലും ഇതിൻ്റെ കൃഷി രീതികളൊന്നാണ്.
കൃഷി ചെയ്യുന്നത് നമ്മളിതിൻ്റെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് തടം വെട്ടി ആ തടം വെട്ടിയിട്ട് അതിനകത്ത് കുമ്മായോ അല്ല ഡോളോമേറ്റോ ഇട്ട് വെട്ടിപ്പരട്ടി വൃത്തിയാക്കി വളം നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എല്ലാം ഇട്ടിട്ട് വെട്ടിപ്പരട്ടി തടം വൃത്തിയാക്കി അത് നിരത്തി ഭംഗിയാക്കിയതിന് ശേഷം നമ്മൾ അരി കുഴിച്ചിടുന്നു. ആ അരി കുഴിച്ചിട്ടിട്ട് അത് സാധാരണ പാവലിന്റെ അരി കിളിക്കുന്നതിനെക്കാട്ടിൽ ഒരു 2-3 ദിവസം കൂടെ കൂടുതൽ എടുക്കും പടവലത്തിന്റെ അരി. അതിന്റെ തോടിന് കട്ടി കൂടുതലാണ്. അപ്പം നമ്മൾ വെള്ളത്തിലിട്ടാണ് ഇടുന്നത്, എന്നാലും അത് കിളിച്ച് വരാൻ 2-3 ദിവസം കൂടെ കൂടുതൽ എടുക്കും. അപ്പം അതിന് കട്ടിയുള്ളത് കൊണ്ടാണ് അതങ്ങനെ കൂടുതൽ വരുന്നത്. അത് കിളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അതിന് ചെയ്യുന്നത് ചെവിടൊക്കെ ഇളക്കി നല്ല വൃത്തിയാക്കി പാവലിന്റെ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ അതിന് ആദ്യത്തെ വളപ്രയോഗം ചെവിട്ടിലേക്ക് നമ്മൾ വളം നമ്മൾ ഇടുന്നത് ആദ്യം ഫസ്റ്റിലിടുന്നത് നമ്മൾ എല്ലുപൊടി പിണ്ണാക്കും കൂടെ പെരട്ടി മൂട്ടിൽ വട്ടം വാരിയിട്ട് വാരിയിട്ടിട്ട് അതിന് മണ്ണ് ഓരോ വളം ചെയ്യുമ്പോഴും ഇതിന് മണ്ണടിപ്പിക്കും. ആ മണ്ണടിപ്പിച്ചെങ്കിൽ ഇതിന്റെ വേരുകൾ മണ്ണടിപ്പിക്കുന്നതനുസരിച്ച് മോളിലാണ് വരുന്നത്. ഈ പടവലത്തിലും നമ്മൾ ഈച്ചക്കണിയാണ് വെച്ചേക്കുന്നത്, മരുന്നടിക്കുന്ന സിസ്റ്റം ഒന്നുമില്ല. വേണ്ടേ അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തും വേണ്ട ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തുറന്ന ഇതാണ് ബിസ്ക്കറ്റ് ഇതിനകത്ത് വെക്കുന്നത്. ഈ ബിസ്ക്കറ്റാണ് വേണ്ട. ഇതിനകത്ത് ഈച്ച കണ്ടില്ലേ? ഇത് നമുക്ക് ഞാനെടുത്ത് കയ്യിലോട്ട് ഇട്ട് വരാം. വേണ്ട കണ്ട ഇതാണ് ഇത്. ഈ നമ്മുടെ ഇതിന്റെ നീര് ഊറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ്, ഈച്ചയാണ് ഇതിന്. എനിക്കിതിന്റെ പേര് പറയാൻ അറിഞ്ഞൂടാ. മറ്റേ ഇതിന് എന്തോ ഒരു പേരുണ്ട്, ഇത് ആൺ ഈച്ച എന്ന് ഏതാണ്ടാ. മറ്റേ അതെനിക്ക് അറിയത്തില്ല, എങ്കിലും ഇത് നമുക്ക് നല്ല ബോധ്യമാണ്. കണ്ടില്ലേ, ഒറ്റ എണ്ണത്തിൽ ഈച്ച കുത്തിയിട്ടില്ല, കല്ല് കെട്ടിയിട്ടില്ല. ഇതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഈ ഈച്ചക്കിനി ഏറ്റവും വളരെ ഫലപ്രദം. അത് കണ്ടില്ലേ, അത് ഇതിനകത്ത് വീണ് ചത്തുപോവുക. വീണ്ടും നമ്മളത് അടച്ചിട്ട് ഇത് വീണ്ടും ഇവിടേക്ക് തന്നെ തൂക്കിയിട്ടാൽ ഇത് നാളെ രാത്രി വരുമ്പോൾ ഈ രാത്രികളിലാണ് ഈ ഈച്ച കൂടുതൽ ശല്യം ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിന് പ്രത്യേക ഈ ബിസ്ക്കറ്റിൽ വന്ന് കടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ചത്തുപോകും. ഇത് കണ്ട നാടൻ പൂവനാണ്. ഈ പൂവൻ കണ്ട് ഇപ്പം ഞങ്ങൾ ഈ തോട്ടത്തിലേക്ക് കയറി വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കണ്ടേ ഇത് തന്നെ ഒരു പഴം ഇരിഞ്ഞാൽ നമുക്ക് തന്നെ കഴിക്കാം. നമ്മുടെ തോട്ടത്തിൽ വരുന്നതിൻ്റെ ഒരു ഗുണം അതാ. അതെ ഇതാണ്ട് ഇത് ഒരു കൃത്രിമവും ഇല്ല. കണ്ടില്ലേ, നല്ല പഴമാണ്. കൊലയിൽ നിന്ന് ഇരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കണ്ട നമ്മുടെ വിശപ്പ് മാറി നമുക്കൊരു സന്തോഷമായി നമ്മുടെ തോട്ടത്തിൽ വരുന്ന ഒരാളിനൊരെണ്ണം കൊടുക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ തോട്ടത്തിന്റെ പ്രത്യേകത. എപ്പോഴും നമുക്കിവിടെ വിശപ്പിനെ പോലും മാറ്റാനുള്ള സംവിധാനം നമ്മുടെ തോട്ടത്തിലുണ്ട്. മുഖ്യപക്ഷം നമുക്കൊരു പഴമൊക്കെ ഇരിഞ്ഞ് തിന്നാം. നമ്മൾ നട്ട കൊലയാണ്, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെയാണ് വിൽക്കുന്നത്, കൊടുക്കുന്നത്. അപ്പം അതൊരു നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും. നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കദളി, പൂജാ കദളി എന്ന് പറയും. ഇത് നമ്മൾ ദേവാലയങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിച്ച് അതുപോലെ തന്നെ നമുക്കും കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഔഷധ ഗുണമുള്ള പഴമാണ്. എന്ന് വെച്ചാൽ ഇത് രക്തശുദ്ധിക്ക്, രക്തത്തിലെ എല്ലാ വേണ്ടാധീനങ്ങളും കളയുന്ന ഒരു പഴമാണ്. ഇതിന്റെ പ്രകൃതി ഇത് പൂജയ്ക്ക് തന്നെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടുന്ന് പൂജ കഴിഞ്ഞ് കിട്ടുന്നത് നമ്മൾ നാട്ടുകാർ ഭക്തജനങ്ങൾക്കൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ ഇതിന് വളരെ മധുരം, അതുപോലെ തന്നെ ഭയങ്കര മണമാണ് ഇതിന്. ഈ ഇത് പഴം പഴുത്തു കഴിഞ്ഞാൽ വളരെ മണം. നമ്മുടെ പെരയ്ക്കകത്ത് ഇതേലെ ഒരു 4 പഴം എടുത്ത് വെച്ചിട്ട് മുറി അടച്ചിട്ടാൽ എടുക്കുമ്പോൾ ഈ കദളിക്കൊലയുടെ ഒരു പ്രത്യേകത ഭയങ്കര മണം. നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലത്തെ മണം കിട്ടും. അത് ആ മണം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മണമാണ്. അത് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു ധരിപ്പിക്കാൻ പറ്റാത്തൊരു മണമാണ്. ഇതിന് നമ്മൾ വേണ്ടാതീനം ഒരു വളങ്ങളും ചെയ്യാറില്ല, കേവലം അല്പം ചാണകം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ ശുദ്ധിയായി വളർത്തുന്ന ഒരു വാഴയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ മൂട്ടിൽ മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ വൃത്തിയായി അല്ലാതെ കണ്ട് ഇതിന്റെ മൂട്ടിൽ തൊടാറില്ല. അങ്ങനെ വളരെ ദൈവത്തെ പോലെ ഒരു ദൈവതുല്യമായി നമ്മൾ കൃഷിക്കാരും നാട്ടുകാരും ഭക്തജനങ്ങളായി കാണുന്ന ഒരു വാഴയാണ്, പ്രത്യേക ഒരു വാഴയാണ് ഇത്. കദളി, പൂജാ കദളി എന്ന് പറയും. ഇതിന് കായയുടെ വലിപ്പമല്ല, ഇതിന്റെ ഒരു എണ്ണമാണ് ഇതിന്റെ വില. ഒരിക്കലും മറ്റ് പഴങ്ങളെ പോലെ കായയുടെ എണ്ണം നോക്കിയിട്ടോ കായയുടെ വലിപ്പം നോക്കിയിട്ടോ അല്ല. ഇതിന് വളരെ വില കൂടുതലുള്ള ഒരു സാധനമാണ്. ഒരു ചെറിയ കൊല കൊടുത്താൽ പോലും നമുക്ക് 10, 500, 1000 രൂപ കിട്ടും. ഇതാണ് ഞങ്ങളുടെ കൃഷിക്കാരന് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സങ്കടം.
ഈ സങ്കടത്തിന് ഇത് പന്നി കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൽ നിന്നുകൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കൃഷിക്കാരെ കണ്ടെത്തി ആ കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരണം. പിന്നെ ഞങ്ങളെ ഈ കൃഷിയിൽ നിന്നും പുറന്നോട്ട് പോകാതെ കണ്ട് ഞങ്ങളെ ഇത്തരം മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കാത്ത ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. കണ്ട് ഇവിടെ എല്ലാം ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാടിന്റെ ഞങ്ങളെ കൃഷിക്കാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പം ഏതാണ്ട് ഇത്രയും പൊക്കത്തിൽ വന്ന വാഴ ഇത് ഏതാണ്ട് ഒരു 3 മാസത്തെ വളർച്ചയുള്ള വാഴയാണ് ഇത് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിണ്ടി കുത്തി അങ്ങ് തിന്നുകയാണ്, പിണ്ടിയാണ് തിന്നുന്നത്. ഇങ്ങനെ ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖമാണ്, പ്രയാസമാണ്. ഞങ്ങളെല്ലാം എന്ത് ചെയ്യും, ആരോട് പറയാനാ? ഞാൻ ഈ കൃഷി ചെയ്യുന്നത് ലാഭം ഉദ്ദേശിച്ച് മാത്രമല്ല. ഞാൻ ഈ കൃഷി എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതമാർഗം എല്ലാം ഈ കൃഷിയാണ്. ഈ കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ കഴിയുന്നത്. അതിലെല്ലാം ഉപരി എനിക്ക് ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളെ വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക, അവർക്ക് വിഷമില്ലാത്ത വാഴക്കൊല കൊടുക്കുക, വിഷരഹിതപരമായ രീതിയിലുള്ള കൃഷി രീതികളും കൃഷിയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ലാഭത്തെ ഉദ്ദേശിച്ചല്ല, ഇത് കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനോട് തുല്യം ഈ നാട്ടിലെ രോഗം. ഞാൻ ചെറുപ്പകാലം മുതൽ എനിക്കിപ്പോൾ ഏതാണ്ട് 61 വയസ്സാകുന്നു. ഞാൻ കൃഷിയിലാണ്. ഇത് കൃഷി എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ കുടുംബപരമായി എൻ്റെ അച്ഛൻ മുതൽ ഈ കൃഷി ചെയ്ത് ജീവിച്ചവരാണ്. ഞങ്ങളെല്ലാം കൃഷി ചെയ്ത് ജീവിച്ചവരാണ്. അത് കണ്ടുപഠിച്ച് ഞങ്ങളും ചെയ്യുന്നു. ഞങ്ങളിതിൻ്റെ ലാഭം ഉദ്ദേശിച്ചിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. പൊതുജനത്തിനെ കൂടെ നമ്മളൊരു ഈ ഇന്നത്തെ രോഗമില്ലാത്ത ആ ഒരു രോഗവിമുക്തരാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ്. ഞാൻ കൃഷിക്കാരനായതുകൊണ്ട് കൃഷിയിലൂടെ ഇത് എൻ്റെ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരിക്കലും ഒരു രോഗം ഉണ്ടാകരുത് എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാനിത് വെറും ജൈവവളം അല്ലാതെ യാതൊരു രാസവളങ്ങളും ചെയ്യാതെ ഇതിന് മറ്റ് വിഷങ്ങളൊന്നും അടിക്കാതെ ഈ പച്ചക്കറി ആയാലും വാഴയായാലും എല്ലാം ചെയ്യുന്നത് നമ്മൾ വിഷം ഉണ്ടാകാതെ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ജീവിക്കാൻ വേണ്ടിയാണല്ലോ. ആ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന വിഷം ഒഴിവാക്കി എടുക്കുവാൻ ഇത്തരം കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് വിപണികളിൽ ഇത് എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണങ്ങൾ നമ്മുടെ നാടിനും കൃഷിക്കാർക്കും ഉണ്ടാകും. അപ്പം ഇത് മേടിക്കാൻ ആളുണ്ടാകുമ്പോൾ വലിയ സൗന്ദര്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. സൗന്ദര്യം കുറയുന്ന സാധനമാണ് വിഷമില്ലാത്തത്. സൗന്ദര്യം കൂടുന്നതനുസരിച്ച് അതൊക്കെ കൃത്രിമ വിഷങ്ങൾ ചെയ്ത സൗന്ദര്യം കൂട്ടുന്നത്. അപ്പം സൗന്ദര്യമില്ലാത്ത പച്ചക്കറിയാണ്, അല്ലെ സൗന്ദര്യമില്ലാത്ത കൊലയാണ്. ഇച്ചിരി തേമ്പി ഇരുന്നാലും അത്തരം കൊലകളാണ് നമ്മൾ മേടിച്ച് പൊതുജനം കഴിക്കേണ്ടത്. ആ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയും. അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ ബഹുജനങ്ങളും ശ്രമിക്കണം. ഇത്തരം കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. പൊതുജനങ്ങളുടെ സന്തോഷം, അവർക്ക് ലാഭമില്ലെങ്കിലും അവർക്ക് പൊതുജനങ്ങളിൽ നിന്നും കിട്ടുന്ന സന്തോഷം കൊണ്ട് അവർക്കത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും ഒരു ഉന്മേഷം ഉണ്ടാകും. എനിക്ക് ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം എന്നുകൂടാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നല്ല പച്ചക്കറികൾ കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്മനസ്സിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നു. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യണേ. എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.